വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. 2025-26 സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനുള്ള പണിത്തിരക്കിലായിരിക്കാം. ഫൈനില്ലാതെ റിട്ടേൺ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31 ജൂലൈ ആണെന്ന് അറിയാമല്ലോ. ഓരോ നികുതിദായകനും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നിങ്ങൾ റിട്ടേൺ സ്വന്തമായി ഓൺലൈനിൽ സമർപ്പിക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിച്ചു കാണും, നിങ്ങളുടെ റിട്ടേൺ പ്രീഫിൽഡ് ആണ് എന്ന്. നിങ്ങളുടെ ബാങ്ക് പലിശ, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം, ഓഹരി ഇടപാടുകൾ, ഭൂസ്വത്തിൽ നടത്തിയ ഇടപാടുകൾ തുടങ്ങിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെ വിവരം ലഭിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ടാക്സ് റിട്ടേൺ പിന്നീട് റിട്ടേണിൽ ചില അപാകതകളുണ്ടെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വിശദമായ വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നികുതി അടക്കുന്നവരുമായി പങ്കുവയ്ക്കുന്നുമുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വാട്ട് ഈസ് ഫോം 26AS? വാട്ട് ഈസ് AIS? വാട്ട് ഈസ് TIS? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്ന് എന്തുകൊണ്ട് ഒരു ടാക്സ് പെയർ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വെരിഫൈ ചെയ്തിരിക്കണം? ആദ്യമായി നോക്കാം, വാട്ട് ഈസ് 26AS? ലളിതമായി പറഞ്ഞാൽ ഫോം 26AS നിങ്ങളടക്കുന്ന ഇൻകം ടാക്സിൻ്റെ പാസ്ബുക്കാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, നമ്മൾ ചെയ്യുന്ന അഡ്വാൻസ് ടാക്സ്, നമ്മൾ ചെയ്യുന്ന സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്, നമുക്ക് ലഭിക്കുന്ന ഇൻകം ടാക്സ് റീഫണ്ട്, ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ 26ASൽ ലഭ്യമാണ്. ഇറ്റ്സ് മെയിൻ പർപ്പസ് ഈസ് ടു ഹെൽപ്പ് യു വെരിഫൈ വെദർ ദ ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം യുവർ ഇൻകം ഹാസ് ആക്ച്വലി ബീൻ ഡെപ്പോസിറ്റഡ് വിത്ത് ദ ഗവൺമെൻറ്. നമ്മൾ അടച്ചതും നമ്മളുടെ വരുമാനങ്ങളിൽ നിന്ന് പിടിച്ചതുമായ എല്ലാ ടാക്സ് എമൗണ്ടും ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് കൃത്യമായി വരവ് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് 26AS. Now, what is AIS? AIS stands for Annual Information Statement. ഫോം 26AS നികുതിയുടെ പാസ്ബുക്ക് ആണെങ്കിൽ AIS നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു ഡിജിറ്റൽ ഡയറിയാണ്. AIS may contain salary received, savings bank interest received, fixed deposit interest, dividend income, income on purchase and sale of shares, mutual fund transaction, property purchase or sale, foreign remittances, high value financial transactions, tax payments and refunds. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളുടെ സമഗ്ര ചിത്രം ആദായ നികുതി വകുപ്പിന് നൽകുന്ന രേഖയാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് TIS? ഇത് AISനോടൊപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി. AIS വിശദമായ വിവരങ്ങളുള്ള വലിയ രജിസ്റ്ററാണെങ്കിൽ TIS അതിൻ്റെ ചുരുക്കമാണ്. ഉദാഹരണത്തിന് ഒരു ബാങ്കിൽ നിന്ന് 4000 രൂപ പലിശയും മറ്റൊരു ബാങ്കിൽ നിന്ന് 6000 രൂപ പലിശയും പോസ്റ്റ് ഓഫീസിൽ നിന്ന് 3000 രൂപ പലിശയും ലഭിച്ചിട്ടുണ്ടെങ്കിൽ AISൽ ഇത് ഓരോ എൻട്രിയും നമുക്ക് കാണാം. എന്നാൽ TISൽ ആകെ പലിശ വരുമാനം 13000 എന്ന ഒറ്റ വരിയായി കാണിക്കുന്നു. AISൽ എല്ലാ വിവരങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു 26ASൻ്റെ ആവശ്യം എന്താണ് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഇവിടെ ഫോം 26AS confirms whether taxes deducted on your behalf have actually reached the government. എന്നാൽ AIS നമ്മുടെ
വരുമാനത്തെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചുമുള്ള വിശദമായ വിവരം തരുന്നു. 26ASലാണെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഉണ്ടാവാം, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഉണ്ടാവാം, അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവാം, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവാൻ, പിന്നെ ഇൻകം ടാക്സ് റീഫണ്ടുകളും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നു. ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇത് കൂടാതെ നമ്മുടെ വരുമാനങ്ങൾ, സാലറി, ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻ, ഷെയർ ട്രാൻസാക്ഷൻ, പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ, ഫോറിൻ റെമിറ്റൻസസ്, അതർ റിപ്പോർട്ടബിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇവയൊക്കെ കാണിക്കുന്നു. AIS ഒരു ഇമ്പോർട്ടൻസ് ഇൻഫർമേഷൻ സോഴ്സ് ആണെങ്കിലും ഇത് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട കണക്കുകൾക്കുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല. മറ്റൊരു കാര്യം, AISൽ എന്തെങ്കിലും ഇൻകറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്കായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുവാനുള്ള സൗകര്യവുമുണ്ട്. ഫോം 26ASൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. നൗ ലെറ്റ് us see how to access 26AS and AIS. AIS ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ ഫയലിംഗ് പോർട്ടലിൽ പോയി ലോഗിൻ ചെയ്താൽ അവിടെ ഡാഷ്ബോർഡിൽ AIS എന്ന ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് AISഉം TISഉം ഡൗൺലോഡ് ചെയ്യാം. 26AS ഡൗൺലോഡ് ചെയ്യാൻ ലോഗിൻ ചെയ്ത് ഫയലിങ്ങിൽ പോയി ഇൻകം ടാക്സ് റിട്ടേൺസ് ഓപ്ഷൻ എടുത്താൽ അതിൻ്റെ ചുവടെ ഉള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് വ്യൂ ഫോം 26AS എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലെറ്റ് us സമ്മറൈസ്. നമുക്കൊന്ന് ഇത് ചുരുക്കി പറയാം. ഫോം 26AS ഈസ് യുവർ ടാക്സ് പാസ്ബുക്ക്, AIS ഈസ് യുവർ ഫിനാൻഷ്യൽ ഡയറി, TIS ഈസ് ദ സമ്മറി ഓഫ് AIS. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ 3 രേഖകൾ നിർബന്ധമായും പരിശോധിക്കുക. ഇവ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റുകളും വരുമാന സ്രോതസ്സുകളുമായി കൃത്യമായി ഒത്തുനോക്കുക. ഈ 3 രേഖകളും ശരിയായി മനസ്സിലാക്കി പരിശോധിച്ചാൽ നിങ്ങളുടെ ആദായ നികുതി റിട്ടേൺ കൂടുതൽ കൃത്യവും സുരക്ഷിതവുമായിരിക്കും. A few minutes spent verifying these documents can save you from unnecessary notices and future tax disputes. Thank you for watching. Hope this video has been useful. As usual, I request you, please like and share the video. And if you are not already subscribed to our channel, please do subscribe now. Hope to see you soon with another useful video shortly. Take care.